മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. കേരള നിയമസഭ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സഹകരണ മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതാണ്. അവസാനം ഒരു പ്രമേയം നിയമസഭ അംഗീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഒരു സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും മറ്റും കാണുന്നതിനും തീരുമാനിച്ചു. പൊതുവിലുള്ള നിലപാടിനോട് കേരളത്തിലെ BJPക്ക് വിയോജിപ്പുണ്ടായെങ്കിലും BJPയെ പ്രതിനിധീകരിച്ചുള്ള ശ്രീ രാജഗോപാൽ നിയമസഭയിൽ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ പോകുന്നതിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലും BJP കൂടി പിന്താങ്ങിയിരുന്നു എന്നർത്ഥം. എന്നാൽ മറ്റു കാര്യങ്ങളിൽ അവർക്ക് വിയോജിപ്പുണ്ടാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കാണാനുള്ള അനുമതി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നതിൻ്റെ സമയം നിശ്ചയിക്കാനുള്ള ശ്രമം നല്ല തോതിൽ നടന്നു. അപ്പോൾ അവസാനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ധനകാര്യമന്ത്രിയെ കണ്ടോളൂ എന്നാണ്. ഇപ്പോൾ കേരള നിയമസഭയുടെ വികാരം ഉൾക്കൊള്ളാൻ പ്രധാനമന്ത്രി തയ്യാറില്ല എന്നർത്ഥം. ധനകാര്യമന്ത്രിയെ നേരത്തെ ഞങ്ങൾ കണ്ടതാണ്. സംസ്ഥാന ധനകാര്യമന്ത്രിയും ഞാനും കൂടിയായിരുന്നു അദ്ദേഹത്തെ കണ്ടത്. അതിനുശേഷം കേരളത്തിൽ നിന്നുള്ള MP-മാർ ഒന്നിച്ച് ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. അപ്പോൾ നിയമസഭ ഒരു നിലപാടെടുക്കുക, സംസ്ഥാനത്തിലെ ഒരു സർവകക്ഷി സംഘം കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക, അതിന് സമയം നൽകാതിരിക്കുക, ഇത് സംസ്ഥാനത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവാണ്. സാധാരണഗതിയിൽ സംസ്ഥാനത്തെ അംഗീകരിക്കുന്ന മര്യാദ കേന്ദ്ര ഭരണാധികാരികളെല്ലാം പാലിച്ചു പോകുന്നതാണ്. പക്ഷേ തനിക്കതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ മറുപടി വ്യക്തമാക്കുന്നത്. ഇത് സ്വാഭാവികമായും കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കേരള സംസ്ഥാനത്തിൻ്റെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിയമസഭയെ അംഗീകരിക്കുക,
സംസ്ഥാനത്തെ അംഗീകരിക്കുക എന്നതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും നയങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ അംഗീകരിച്ച പ്രമേയം ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ പ്രതിനിധി പ്രസിഡന്റ് കമ്മീഷണർ മുഖേന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ആ പ്രമേയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നു. ധനകാര്യമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പോകേണ്ടതില്ല എന്നും ഞങ്ങളൊരു നിലപാടെടുക്കുന്നു. ധനകാര്യമന്ത്രിയെ കാണില്ല എന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വീണ്ടും കാണേണ്ടതില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഇതാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായും അവർ പോയിട്ട് ഈ കാര്യമാണല്ലോ സ്വാഭാവികമായിട്ടും പറയുക. നിങ്ങൾ ഇവിടുന്ന് വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടായിരിക്കാനാണ് ഇത് സാധ്യത. സഹകരണ മേഖലയെ തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ഇത് സഹകരണ മേഖല എന്നത് കേരളത്തിലെ ജനങ്ങളുടേതായൊരു മേഖലയാണ്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉയർന്നു വന്നൊരു മേഖലയാണ്. അപ്പോൾ സഹകരണ മേഖലയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ള വിഷമം പണമെടുത്ത് കൈമാറാനുള്ള വിഷമമാണ്. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നടപടികളിലേക്ക് സംസ്ഥാനം നീങ്ങേണ്ടതായിട്ട് വരും, സഹകരണ മേഖലയും നീങ്ങേണ്ടതായിട്ട് വരും. ഒരു സഹകരണ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചയാൾ ആ പണം പിൻവലിക്കുന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ പ്രത്യേക ആവശ്യങ്ങളെന്ന് പറയുന്നത് പണം കൊടുത്ത് നിറവേറ്റേണ്ട ആവശ്യങ്ങളാണ്. ഇപ്പോൾ സാധനം വാങ്ങുക, തുണി വാങ്ങുക, മറ്റ് എന്തെങ്കിലും വാങ്ങേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ സഹകരണ സംഘങ്ങൾക്ക് ചെക്ക് നൽകാനുള്ള അവകാശമുണ്ട്, ഡെപ്പോസിറ്റർക്ക് ചെക്ക് നൽകാനുള്ള അവകാശമുണ്ട്. ആ ചെക്ക് നൽകുന്ന നടപടി സ്വീകരിക്കാം. ആ ചെക്കിൽ പണമുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള നടപടി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്വീകരിക്കാനാവും. കുറച്ചുകൂടി നടപടികളിലേക്ക് നാം കടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ഈ പ്രശ്നം പരിഹരിച്ചു പോകുന്നതിന് അത്തരത്തിലുള്ള ചില നടപടികൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഒരു കട, ഒരു സഹകരണ ബാങ്കിൻ്റെ അതിർത്തിക്കകത്തുള്ള ഒരു കടയിൽ സാധനം വാങ്ങി അവിടെ പണത്തിന് പകരം ചെക്ക് കൊടുക്കും. ആ ചെക്ക് ഈ ബാങ്കിൽ കൊടുത്തിട്ട് മാറണമല്ലോ. ഈ കടക്കാരന് ചിലപ്പോൾ അവിടെ അക്കൗണ്ട് ഉണ്ടാവില്ല. ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ മതി. ആ ഒരു പ്രശ്നം വന്നാൽ അതങ്ങ് പരിഹരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള ചില നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ ഇതുമാത്രമല്ല, വേറെ ചില നടപടികളും സ്വീകരിക്കാൻ പറ്റും. സഹകരണ മേഖലയെ തകർക്കാൻ ഏതായാലും അനുവദിക്കാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും നടപടികൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നിയമപരമായ എന്തെങ്കിലും ഓപ്ഷൻ? നിയമപരമായി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വേറെ നടപടികളൊന്നും ആലോചിക്കുന്നില്ല. അത് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടി തിരുത്തുകയാണ് വേണ്ടത്. ഇത് രാജ്യവ്യാപകമായിട്ട് തന്നെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രശ്നം നമ്മൾ ഉയർത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴത് ദേശീയ തലത്തിൽ തന്നെ പല സംസ്ഥാനങ്ങളും ഗൗരവമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഈ 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉയർന്നു വരുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നിലപാടെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എടുക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരത്തെ ആവശ്യപ്പെട്ടത് ഏതായാലും പഴയ പണം, ഈ അസാധുവായി എന്ന് പറയുന്ന പണം ഡിസംബർ 30 വരെ ഒരവധി വെച്ചിട്ടുണ്ടല്ലോ. അത് ഡിസംബർ 30 വരെ ഉപയോഗിക്കാൻ അനുമതി കൊടുക്കണം. അങ്ങനെ വന്നാൽ ഈ ആവശ്യങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല, കാര്യങ്ങൾ നിറവേറ്റി പോകാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകണം. സംസ്ഥാന ഡെലിഗേഷനെ സന്ദർശന അനുമതി നിഷേധിച്ചു. പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കാൻ ഇതാണല്ലോ അറിയിക്കൽ. പ്രതിഷേധത്തെ ആ കത്ത് വേറെ പോവും, അത് വേറെ കത്ത് പോവും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കത്ത് അദ്ദേഹത്തിന് അയക്കും. ഇത് ശരിയായില്ല എന്നതും പറയും. പക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങളിലൂടെ അദ്ദേഹം മനസ്സിലാക്കുമല്ലോ ഈ പ്രതിഷേധം. ശരി.